أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حسنا وإن جاهداك لتشرك بي ما ليس لك به علم فلا تطعهما إلي مرجعكم فأنبئكم بما كنتم تعملون. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ തുടർച്ചയിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 8 സ്വഹാബിമാരെക്കുറിച്ചാണ് നാം പറഞ്ഞത്. അതിൽ 9ാമത്തെ സ്വഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, വസഅദ് ബിൻ അബി വഖാസുൻ ഫിൽ ജന്ന. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവും സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മാലിക് ഇബ്നു ഉഹൈബ് എന്നാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അബുൽ വഖാസ് എന്ന പേരിലാണ്. അതുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഒപ്പം ചേർത്ത് സഅദ് ബിനു അബി വഖാസ് എന്ന് വിളിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഹംന ബിൻത്ത് സുഫിയാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് 23 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം മക്കയിൽ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അപരനാമമായി വിളിക്കപ്പെട്ടിരുന്നത് ഖാലുൻ നബി എന്നാണ്. ഖാലുൻ നബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അദ്ദേഹം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എത്രയോ വയസ്സിന് താഴെയാണ്. നബിയുടെ അമ്മാവനുമല്ല. അദ്ദേഹം ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ കുടുംബമായ ബനൂ സഹ്റയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഖാലുൻ നബി എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ വളരെ ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ സ്വഹാബിമാർക്ക് മുന്നിൽ ഇത് എൻ്റെ അമ്മാവനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ ഖാലി ഫൽ യുരിനി ഇംറിഉൻ ഖാലഹു. ഈ സഅദ് ഇബ്നു അബി വക്കാസ് എൻ്റെ അമ്മാവനാണ്. ഇത്രയും നല്ല ഇതുപോലെയുള്ള ഒരു അമ്മാവൻ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അവരൊന്ന് പറയട്ടെ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് സ്വഹാബിമാർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുൻപ് യുദ്ധത്തിനു വേണ്ടി അമ്പും വില്ലുമെല്ലാം ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മാതാവ് ഹംന ബിൻത്ത് സുഫിയാൻ മകനോട് പറഞ്ഞത്, മകൻ്റെ ഇസ്ലാം ആശ്ലേഷണത്തിൽ ഉമ്മക്ക് യാതൊരു വിധത്തിലുള്ള തൃപ്തിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മകനെ നിരന്തരമായി ഈ മതം ഒഴിവാക്കണം എന്നും പഴയ മതത്തിലേക്ക് അഥവാ കുഫറിലേക്ക് മടങ്ങിപ്പോകണം എന്നും നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. പല രൂപത്തിൽ ആ നിർബന്ധ ബുദ്ധി ഉമ്മ മകനോട് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഹംന ബിൻത്ത് സുഫിയാൻ സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, വല്ലാഹി ലതദഅന്ന ദീനകൽ ജദീദ്, അല്ലാഹുവാണ്, നീ നിന്റെ ഈ പുതിയ മതത്തെ, പുത്തൻ മതത്തെ നീ ഒഴിവാക്കണം. ഔ ലാ ആകുലു വലാ അശ്റബു ഹത്താ അമൂത്ത്, അതല്ല എങ്കിൽ നീ നിന്റെ ഈ പുതിയ വിശ്വാസത്തെ കൈവെടിയുന്നില്ല എങ്കിൽ ഞാൻ മരിക്കുന്നതുവരെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യില്ല എന്ന് ഉമ്മ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് മകനോട് പറഞ്ഞു. മക്കയിലുള്ള ആളുകൾക്ക് അവർ ചെയ്യുന്ന സത്യം എന്ന് പറയുന്നത് അവരുടെ ജീവനോളം വിലയുള്ളതാണ്. അതിൽ നിന്ന് അവർ സാധാരണ പിന്നോട്ട് പോവാറില്ല. ഉമ്മ അത്രയേറെ വാശി പിടിച്ചിരുന്നു തൻ്റെ മകനെ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എന്നതാണ്. ആ സമയം സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു തൻ്റെ മാതാവിനോട് പറയുന്ന വർത്തമാനം, തഅലമീന വല്ലാഹി യാ ഉമ്മ, ഉമ്മ നിങ്ങൾക്കറിയാലോ സഅദ് ഇബ്നു അബി വക്കാസിനെ, വല്ലാഹി അല്ലാഹുവാണ്, ലൗകാനത്തിലകി മിഅത്തു നഫ്സിൻ, പടച്ചവൻ നിങ്ങൾക്ക് 100 ആത്മാവിനെ തരികയും നിങ്ങൾക്ക് 100 ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെ തുടർന്ന് ഒന്നായി നൽകുകയും, ഫഖറജത്തി നഫ്സൻ, അതിൽ ഓരോന്നായി ജീവനെടുത്ത് എൻ്റെ ഉമ്മ എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് എൻ്റെ മതം ഉപേക്ഷിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടാലും ശരി, മാ തറക്തു ഹാദാ ദീനി ലിശൈഇൻ, ഒരു കാര്യത്തിനും, ദുനിയാവിലുള്ള ഒരു കാര്യത്തിൻ്റെ പേരിലും ഞാൻ ഈ മതം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഉമ്മയോട് മകൻ്റെ വർത്തമാനമാണ്. ദുനിയാവിൽ ഉമ്മ എന്തെന്ന് പറഞ്ഞാലും ശരി, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിരാഹാരം കിടന്ന് മരിക്കും എന്ന് പറഞ്ഞാലും ശരി, ഒരു തവണയല്ല, അള്ളാഹു ഒരു തവണ മരിച്ചതിന് ശേഷം വീണ്ടും ആത്മാവ് ജീവൻ നൽകി, അപ്പോഴും ഉമ്മ ഇതേ വാശി പിടിച്ച് വീണ്ടും ജീവിതം, അങ്ങനെ 100 തവണ എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഇതേ ആവശ്യത്തിന് വേണ്ടി ഉമ്മ നിരാഹാരം കിടന്നാലും ശരി, മാ തറക്തു ഹാദാ ദീനി ലിശൈഇൻ, ദുനിയാവിലൊരു കാര്യത്തിനും വേണ്ടി ഞാൻ എൻ്റെ ഈ മതത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ്.
അതുകൊണ്ട് ഫഇൻ ശിഅ്തി ഫകുലി, ഉമ്മക്ക് വേണമെങ്കിൽ ഉമ്മക്ക് ഭക്ഷണം കഴിക്കാം. വഇൻ ശിഅ്തി ഫലാ തഅകുലി, വേണമെങ്കിൽ വേണ്ട എങ്കിൽ കഴിക്കുകയും വേണ്ട. അത് ഉമ്മയുടെ ഇഷ്ടമാണ്. പക്ഷേ എന്തു തന്നെ ആയാലും ശരി, എൻ്റെ ഈ വിശ്വാസത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് വെക്കാൻ സഅദ് റെഡിയല്ല എന്ന ആ വിശ്വാസം ആർജവത്തോടു കൂടി പ്രഖ്യാപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദുനിയാവിലുള്ള ഒരു കാര്യത്തിനു വേണ്ടിയും, അത് ഉമ്മ പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിലും അതല്ല, ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ടോ, ആദരിക്കുന്ന ആരൊക്കെയുണ്ടോ, ബഹുമാനിക്കുന്നവർ ആരൊക്കെയുണ്ടോ, അവർ ആരൊക്കെ വന്നുകൊണ്ട് നിങ്ങളോട് ഈ ആദർശം വിട്ടു പോകണം എന്ന് പറഞ്ഞാലും അതിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള നീക്കുപോക്കിനും തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്തിലെ 8-ാമത്തെ വചനം അവതീർണമാകുന്നത്. അതാണ് ആദ്യത്തിൽ ഓതി വെച്ചത്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മനുഷ്യരോട് അവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നന്മ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് ചെയ്തിരിക്കുന്നു. വഇൻ ജാഹദാക ലിതുശ്രിക ബി, എന്നാൽ അവർ എന്നോട് പങ്കു ചേർക്കണം എന്ന് നിന്നെ നിർബന്ധിക്കുന്ന പക്ഷം മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിയാത്ത അല്ലെങ്കിൽ നിനക്ക് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു വിശ്വാസം നിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിനക്ക് യാതൊരു അറിവുമില്ലാത്ത അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്ന മറ്റൊരു വിശ്വാസത്തിനു വേണ്ടി അവർ നിന്നെ നിർബന്ധിക്കുകയാണ് എങ്കിൽ ഫലാ തുതിഅഹുമ, ആ കാര്യത്തിൽ നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നടപടി ശരിവെച്ചുകൊണ്ട് അതാണ് ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ, ആദർശത്തിൻ്റെ കാര്യത്തിൽ എടുക്കേണ്ടുന്ന ഉറച്ച നിലപാട് എന്ന് വിശുദ്ധ ഖുർആൻ ആ നിലപാടിനെ അരക്കെട്ടുറപ്പിക്കും വിധം ആയത്ത് അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇലയ്യ മർജിഉക്കും, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം, ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, അവർ ചെയ്തതിൻ പ്രകാരം എന്താണ് എന്ന് അവരെ നാം അന്ന് അറിയിച്ചു കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ ഇതേ ആയത്തു തന്നെ ഇതുപോലെ തന്നെയുള്ള ആശയം ആവർത്തിച്ചു പറയുന്നതായി കാണുവാൻ സാധിക്കും. മാതാപിതാക്കൾ നിന്നെ പ്രയാസത്തിനുമേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഗർഭം ചുമക്കുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്ത ആ മാതാപിതാക്കളുടെ ആ ത്യാഗം പറഞ്ഞതിന് ശേഷം അവരോട് നന്മ ചെയ്യണം എന്ന് ഉപദേശിച്ചതിന് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഅഹുമ, അവർ നിന്നെ ഈ അവിശ്വാസത്തിലേക്ക്, കുഫറിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിക്കുകയാണ് എങ്കിൽ അവരെ ആ കാര്യത്തിൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. പക്ഷേ അത് പറഞ്ഞ ഖുർആൻ, അത് പഠിപ്പിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ തുടർന്ന് നിന്റെ മാതാവ് നിന്റെ വിശ്വാസത്തിലല്ല എങ്കിലും നിന്റെ ആദർശത്തിലല്ല എങ്കിലും അവർ നിന്റെ മതം വിടാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ഒരു വേള നിന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ദുനിയാവിൽ അവരോട് നീ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുകൂടി ചേർത്ത് വെച്ച് പഠിപ്പിക്കുകയും ചെയ്തു. മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഅഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൽ നീ അവരോട് നന്മയിൽ വർത്തിക്കണം. അവർ നിന്റെ വിശ്വാസത്തിനെതിരാണ് എങ്കിലും ദുനിയാവിൽ അവരോട് തിന്മ ചെയ്യാനോ അക്രമം ചെയ്യാനോ യാതൊരു വിധത്തിലും പാടില്ല എന്ന് കൃത്യമായി മാതാപിതാക്കളോട് ഒരു വിശ്വാസി എന്ത് നിലപാടായിരിക്കണം ദുനിയാവിൽ സ്വീകരിക്കേണ്ടത് എന്നും അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ ഏത് നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നതായി കാണുവാൻ സാധിക്കും. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നിന്ന് കേൾക്കുന്ന വർത്തമാനം എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ കൊല ചെയ്ത് വീടിൻ്റെ മുന്നിൽ കുഴികുത്തി അതിൽ അടക്കം ചെയ്ത, അത് മറച്ചു വെച്ച മക്കളുടെ വർത്തമാനമാണ് സമീപകാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
സമ്പത്തിനു വേണ്ടി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മാതാപിതാക്കളെ കൊല ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കെയാണ് വിശുദ്ധ ഖുർആൻ അതിൻ്റെ അനുയായികളോട്, മുസ്ലിമുകളോട്, യഥാർത്ഥ വിശ്വാസികളോട് ഒരു നിലപാട്, ഒരു മര്യാദ പഠിപ്പിക്കുന്നത്. ദുനിയാവിൽ മാതാപിതാക്കളോട് അവർ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ എതിർചേരിയിലാണ് എങ്കിൽ പോലും എങ്ങനെ പെരുമാറണം എന്നുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളെ കൂടി നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അത് എന്ത് എന്ന് ചോദിച്ചാൽ, സത്യം ഇന്നതാണ് എന്ന് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കിയതിന് ശേഷവും അത് പ്രഖ്യാപിച്ചതിന് ശേഷവും അതൊരു ജനതയെ ഉത്ബോധിപ്പിച്ചതിന് ശേഷവും അവരെ അത് ബോധ്യപ്പെടുത്തിയതിന് ശേഷവുമൊക്കെ ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കുമ്പോഴേക്കോ ആരെങ്കിലും ഇത് തെറ്റാണ് എന്ന് പറയുമ്പോഴേക്കോ ആ ആദർശം തിരുത്തി പറയുന്ന അവസ്ഥയിലുള്ള മക്കളെയും നമുക്കിടയിൽ കണ്ടുവരുന്നു എന്നുള്ളത് എൻ്റെ പിതാക്കന്മാരുടെ മതം ഇതാണ് എന്നും അവരുടെ ആദർശം ഇതാണ് എന്നുള്ളത് കൊണ്ടും ഞാൻ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരുടെ ആദർശം ഇതാണ് എന്നുള്ളത് കൊണ്ടുമൊക്കെ താൻ മനസ്സിലാക്കിയ ആദർശത്തിന് എതിര് പറയേണ്ടി വരുന്ന മക്കളും നമുക്കിടയിൽ വളർന്നു വരുന്നു എന്നുള്ളത് ഖേദകരമായ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തുകളിലേക്ക് നാം ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്ന വസ്തുതയായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ കൃത്യമായി തൻ്റെ നിലപാട് ആദർശ രംഗത്ത്, വിശ്വാസ രംഗത്ത് എന്താണ് എന്ന് കൃത്യമായി പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കഴിയണം. നമുക്ക് ആദർശത്തിന് എതിരായ നിലപാടുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന സമയത്ത്, നിർബന്ധം നമ്മുടെ വീടുകളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് ആദർശം ഒഴിവാക്കാതെ തന്നെ അവരോട് നന്മയിൽ സഹവർത്തിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് ഈ ചരിത്രം പഠിക്കുമ്പോൾ, ഈ ആയത്തുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത സ്വഹാബിയാണ്. ഇസ്ലാമിനു വേണ്ടി ആദ്യമായി അമ്പെയ്ത മനുഷ്യൻ, അമ്പെയ്ത വ്യക്തി എന്നും സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ സ്നേഹിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം തൻ്റെ ഉത്തരവാദിത്തമായി സ്വയം ഏറ്റെടുത്ത് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്ന ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് അദ്ദേഹത്തെ വായിക്കാൻ കഴിയും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാം, അരിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈല, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. പ്രവാചകൻ ഉറക്കം നഷ്ടപ്പെട്ടിങ്ങനെ വീട്ടിൽ അസ്വസ്ഥനായിരിക്കുന്ന സമയം ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈത റജുലൻ സ്വാലിഹൻ മിന്ന സുഹാബി യഹ്റുസുനി ലൈല, എൻ്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സ്വാലിഹായ സ്വഹാബി എനിക്കിന്ന് കാവലായി നിന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിക്കുകയും ആ ആഗ്രഹം ആയിഷ റളിയല്ലാഹു അൻഹയോട് പങ്കുവെക്കുകയും ചെയ്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞങ്ങൾ വീടിൻ്റെ പുറത്ത് ഒരു ആയുധത്തിൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരുന്നതിൻ്റെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു ചോദിച്ചു, മൻഹാദ, ഇതാരാണ് പുറത്ത് എന്ന്, ആരാണ് ഈ അസമയത്ത് വീട്ടുമുറ്റത്ത് വാളുമായി നിൽക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു ചോദിച്ചപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, യാ റസൂലല്ലാഹ് ജിഅ്തു അഹ്റുസുക്, പ്രവാചകരെ ഞാൻ അങ്ങേക്ക് കാവൽ നിൽക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ച സമയത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കാവൽ നിൽക്കാൻ വരികയും തുടർന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഫനാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനായി സമാധാനത്തോടു കൂടി കിടന്നുറങ്ങി. ഹത്താ സമിഅന വതീതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂർക്കം വലി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുമാറ് സമാധാനത്തോടു കൂടി, സ്വസ്ഥതയോടുകൂടി, കാരണം ആണൊരുത്തൻ പുറത്ത് തനിക്ക് കാവലായി ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടി, ആ ആത്മവിശ്വാസത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറങ്ങാൻ സാധിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണുവാൻ സാധിക്കും. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ പറയുന്ന സ്ഥലത്ത് കാണാം മുജാബുദ്ദഅവ, അദ്ദേഹം
പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ആളായിരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന, ഉടനടി ഉത്തരം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നേടിയെടുക്കാൻ, ഈ ഒരു വിശേഷണം നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ. പ്രവാചകരെ, അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, ഞാൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു എനിക്ക് ഉത്തരം നൽകും വിധത്തിൽ വളരാൻ, മാറാൻ എനിക്ക് സാധിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രവാചകരെ അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, യാ സഅദ് തിബ് മത്അമക്, സഅദേ നീ നിന്റെ ഭക്ഷണം ഹലാലാക്കണം. തകുൻ മുസ്തജാബദ് ദഅവ, അങ്ങനെയെങ്കിൽ നിനക്ക് ചോദ്യത്തിന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നവനാകാൻ കഴിയും എന്നുള്ളതാണ്. അഥവാ നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭക്ഷണത്തിൽ ഒരു ഹറാമായതൊന്നും കടന്നു വരാതിരിക്കാൻ നീ സൂക്ഷിക്കണം. എങ്കിൽ നിനക്ക് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ ഉത്തരം ലഭിക്കുന്നവനാകാം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത്, ജടപിടിച്ച മുടിയുമായി, അഴുക്ക് പുരണ്ട വസ്ത്രവുമായി പള്ളിയിൽ ഇരുന്ന് അള്ളാഹുവിലേക്ക് കരമുയർത്തി അയാൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് വിളിച്ച് അവൻ്റെ ജീവിതത്തിലെ 1000 ആവശ്യങ്ങൾ റബ്ബിനോട് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അന്നാ യുസ്തജാബു ലഹു, അവന് എങ്ങനെയാണ് ഉത്തരം നൽകാൻ കഴിയുക? മത്അമുഹു ഹറാം, അവൻ കഴിച്ചിരിക്കുന്ന ഭക്ഷണം ഹറാമാണ്. വ മൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. വ ഊദിയ ബിൽ ഹറാം, അവൻ മുഴുവനായും ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്, മൂടപ്പെട്ടവനാണ്. അന്നാ യുസ്തജാബു ലഹു, അവന് എങ്ങനെയാണ് ഉത്തരം നൽകാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടുന്നത്, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് അതിന് കാരണം എന്ന് അന്വേഷിക്കുന്നിടത്ത് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടുന്നത് നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമായ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാതെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മുടെ സമ്പാദ്യം ഹലാലായ മാർഗത്തിൽ ആക്കി തീർക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ധീരനായിരുന്നു എന്നും സൈന്യത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പേർഷ്യൻ സൈന്യം, റുസ്തം എന്ന് പറയുന്ന സേനാപതിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും മുസ്ലിങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ ആക്രമണത്തിൽ ഷഹീദാവുകയും ഒക്കെ ചെയ്ത സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവരെ തിരിച്ച് ആക്രമിക്കുന്നതിന് വേണ്ടി സൈന്യത്തെ ഒരുക്കൂട്ടി. അതിന് നേതൃത്വം നൽകാൻ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ അതിൻ്റെ നേതാവായിക്കൊണ്ട് പുറപ്പെടാൻ തീരുമാനിച്ച സമയത്ത് സ്വഹാബികളിൽ ഒരാൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത്, മദീനയിലെ ഖലീഫയായിട്ടുള്ള, മുസ്ലിങ്ങളുടെ ഖലീഫയായിട്ടുള്ള അങ്ങ് ഈ സൈന്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് പോവാൻ പാടില്ല, പകരം മറ്റൊരാളെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുന്നത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിൻ്റെ നായകനായി തീരുമാനിച്ച് അദ്ദേഹത്തെ ഇറാഖിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. അതിലൊന്ന്, യാ സഅദ് ലാ യഗുറന്നക മിനല്ലാഹി അൻ ഖീല ഖാല റസൂലുള്ളാഹി വ സാഹിബുഹു, സഅദേ നീ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വഞ്ചിതനാകരുത്. എങ്ങനെയെന്നറിയും, ആളുകൾ നിന്നെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനാണ്, പ്രവാചകന് ഏറ്റവും അടുത്ത, ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എന്ന് അങ്ങയെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ശരിയാണ് എന്ന ധാരണയിൽ
നിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നീ വഞ്ചിതനായി പോകരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ആളാണ് എന്ന നിലക്ക് നിന്നെ ആളുകൾ പരിഗണിക്കുകയും നിന്റെ തെറ്റുകൾ നിന്നോട് പറയാൻ മടിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ നിനക്കു തന്നെ ഒരു പക്ഷെ തോന്നിയേക്കാം, ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ അത്രമേൽ വലിയവനാണ് എന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അവൻ്റെ നാശം ആരംഭിക്കുകയാണ്. നമുക്ക് തന്നെ തോന്നുകയാണ് ഞാനത്ര, അല്ലെങ്കിൽ ഞാനൊരു വലിയ ആളാണ് എന്ന് തോന്നിത്തുടങ്ങുന്നിടത്തു നിന്ന് നമ്മുടെ നാശം ആരംഭിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അള്ളാഹുവിന് മറ്റൊരാളുമായി ഒരു ബന്ധവുമില്ല ഇല്ലാ ബിത്വാഅത്തിഹി, അള്ളാഹുവിനോടുള്ള അനുസരണത്തിൻ്റെ കാര്യത്തിലല്ലാതെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ടോ പ്രവാചകന് പ്രിയപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ടോ അള്ളാഹു പരിഗണിക്കുകയില്ല. അള്ളാഹു പരിഗണിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണോ എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹു പരിഗണിക്കുന്നത് നിങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന മുത്തക്കികളായ ആളുകളെയാണ് എന്ന്. ഈ ഉപദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. ചരിത്രത്തിൽ അറിയപ്പെട്ട ഖാദിസിയ യുദ്ധം എന്ന് പറയുന്നത് ഈ യുദ്ധമാണ്. അതിൽ റുസ്തമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മടങ്ങി വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഫിത്നയിൽ സ്വഹാബിമാർ പരസ്പരം ഉണ്ടായ ജമൽ സിഫീൻ പോലെയുള്ള യുദ്ധങ്ങളിൽ രണ്ട് പക്ഷത്തും അദ്ദേഹം നിന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ കൃത്യമായ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഫിത്ന ഉണ്ടായ സമയത്ത് ആരുടെ പക്ഷത്താണ് ശരി എന്ന് അറിയാത്ത ഒരു അവസ്ഥയുണ്ടായപ്പോൾ അദ്ദേഹം രണ്ടിലും പക്ഷം ചേരാതെ മാറി നിന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ത് നിലപാട് എടുക്കണം എന്നതിൻ്റെ കൃത്യമായ ഒരു രൂപം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഏത് പക്ഷത്താണ് ശരി എന്നറിയാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ രണ്ടിലും നിൽക്കാതെ മദീനയിൽ നിന്ന് വിട്ടുമാറി ഒരു പ്രദേശത്ത് അദ്ദേഹം ജീവിതം തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഉത്ബത്ത് ബിൻ ഹാഷിം വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ അമ്മി ഹാഹുനാ മിഅത അൽഫ് സൈഫിൻ യറൗനക അഹഖു ബിഹാദൽ അംർ. അവിടെ അലി റളിയല്ലാഹു അൻഹു അല്ല ഖലീഫയാകേണ്ടത്, അല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകനെ എതിരെ നിലപാടുകൾ എടുത്തതിന് ശേഷം ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം മതി ഒരാളെ ഖലീഫയാക്കുക എന്ന ചർച്ചകളൊക്കെ കാര്യമായി നടക്കുന്ന സമയത്ത് അവിടേക്ക് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കടന്നു വന്നുകൊണ്ട് പറയുന്നത്, യാ അമ്മി ഹാഹുനാ മിഅത അൽഫ് സൈഫിൻ, 100,000 വാളുകൾ അങ്ങയോടൊപ്പമുണ്ട്. അവർ പറയുന്നത് ഇനി ഈ സ്ഥാനത്തിന് അർഹനായിട്ടുള്ളത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആൾ എന്ന നിലക്ക് താങ്കളാണ്. അതുകൊണ്ട് താങ്കളോടൊപ്പം 100,000 വാളുകൾ ഉണ്ട്. താങ്കൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും ഈ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യണം എന്ന രൂപത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഉരീദു മിൻ മിഅത അൽഫി സൈഫിൻ സൈഫും വാഹിദ, ഈ 100,000 വാളുകളൊന്നും എനിക്ക് വേണ്ട. ഈ 100,000 വാളുകളിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വാളാണ്. ആ വാളിനുണ്ടായിരിക്കേണ്ടുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇദാ വറബ്തു ബിഹിൽ മുഅ്മിന ലം യല ഷൈഅൻ ലം യസ്ന ഷൈഅൻ. ആ വാളിൻ്റെ പ്രത്യേകത, ആ വാള് കൊണ്ട് ഞാനൊരു വിശ്വാസിയെ വെട്ടിക്കഴിഞ്ഞാൽ അവന് യാതൊന്നും സംഭവിക്കാൻ പാടില്ല. വഇദാ വറബ്തുൽ കാഫിർ ഖത, എന്നാൽ വിശ്വാസിയല്ലാത്ത കാഫിറായ ഒരു മനുഷ്യനെ വെട്ടുകയാണ് എങ്കിൽ അവന് മുറിവ് പറ്റുകയും വേണം. അങ്ങനെ ഒരു വാളുണ്ടായാൽ മതി. നിങ്ങൾ പറയുന്നത് പോലെ 100,000 വാളുകളൊന്നും എനിക്ക് വേണമെന്നില്ല. അങ്ങനെ ഒന്നുണ്ടോ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. ഞാനൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് വിശ്വാസത്തിനോടൊപ്പമായിരിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വാള് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പം നിൽക്കണോ, അതല്ല ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജമൽ സിഫീനുകളിൽ യുദ്ധം ചെയ്യണോ, ഇതിൽ ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്? രണ്ടിടത്തും നിൽക്കാതെ അദ്ദേഹം മാറി നിൽക്കുകയും ഈ ഫിത്നകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം ഹംറാ ഉൽ അസദ് എന്ന സ്ഥലത്ത് വെച്ച് ഹിജറ 55 വഫാത്തായതായും
അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ പറയുന്നത് അവസാനമായി വഫാത്തായ മുഹാജിർ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ അവസാനം വഫാത്തായ ആള് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് നിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കും സാധിക്കേണ്ടത് അത് തന്നെയാണ്. നമുക്ക് ബോധ്യമായ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമായ ഈ അഖീദയിൽ നിന്ന് ഒരടി പിന്നിലേക്ക് മാറി നിൽക്കാതെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളിൽ 10ാമത്തെ ആൾ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വസഈദ് ബിൻ സെയ്ദിൻ ഫിൽ ജന്ന, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവും സ്വർഗത്തിലാണ് എന്ന്. ഇവരെക്കുറിച്ചെല്ലാം പറഞ്ഞത് ഒരൊറ്റ ഹദീസാണ്. ഒരൊറ്റ ഹദീസിലാണ് ഈ പേരുകളെല്ലാം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ വേളയിൽ ആ ഹദീസ് മുഴുവനായും പറയുകയും ചെയ്തിട്ടുണ്ട്. സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായി ചരിത്രം പറയുന്നത്, അഥവാ സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പയുടെ പ്രത്യേകതയായി പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും അത് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്ത വ്യക്തിയാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം മക്കയിലെ ഖുറൈശികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഅബയിൽ നിന്ന് ഖുറൈശികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് യാ മഅശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, വല്ലാഹി ലാ ആകുലു മാ ദബഹ ലി ഗൈരില്ല. ഇത് പറയുന്നത് ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുകയും അവർക്ക് വേണ്ടി അറുക്കപ്പെടുകയും നേർച്ച ആക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കഅബയുടെ തിണ്ണയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അല്ലെങ്കിൽ അതൊരു ജനതയുടെ വിശ്വാസമായി നിൽക്കുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം നടക്കുന്നത്. വല്ലാഹി ലാ ആകുലു മാ ദബഹ ലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്ത ഒന്ന് ഞാൻ കഴിക്കുകയില്ല എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പാണ്. അങ്ങനെ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ച തുടർന്ന് പറഞ്ഞത് വല്ലാഹി മാ അഹദുൻ അലാ ദീനി ഇബ്രാഹിം ഗൈരി, അള്ളാഹുവാണ്, ഞാനല്ലാത്ത ഈ മക്കയിലെ ഒരാളും ഇബ്രാഹീമിൻ്റെ മതത്തിൽപ്പെട്ട ആളല്ല. നിങ്ങളുടെ വിശ്വാസത്തിന് തെറ്റുണ്ട് എന്നും നിങ്ങൾ പിഴച്ച വിശ്വാസത്തിലാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുൻപ് കഅബയിൽ വെച്ച് പ്രഖ്യാപിച്ച ആളാണ് സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. മക്കയിലെ വിശ്വാസം, മുശ്രിക്കുകളുടെ വിശ്വാസം ശരിയല്ല എന്നുള്ളത് കൊണ്ട് യഥാർത്ഥ വിശ്വാസം അന്വേഷിച്ച് അദ്ദേഹം ജൂത ക്രിസ്ത്യാനികളുടെ അടുക്കലേക്ക് യാത്ര ചെയ്യുകയും എന്നാൽ അവർ അവരുടെ വേദഗ്രന്ഥത്തിനോട് കാണിച്ച നീതിയില്ലായ്മ മനസ്സിലാക്കി അവരെയും തള്ളി തിരിച്ച് അദ്ദേഹം മക്കയിലേക്ക് വരികയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്തിന് മുമ്പ്, നുബുവത്തിന് മുൻപ് അദ്ദേഹം വഫാത്തായി പോവുകയും ചെയ്തിട്ടുണ്ട്. നബിയെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വിശ്വാസരംഗത്ത് മാത്രമല്ല, അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അധാർമികതകൾക്കെതിരിലും അദ്ദേഹം ശബ്ദിച്ചിരുന്നു. പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അപമാനഭാരം കൊണ്ട് അവരെ കുഴിച്ചിട്ടിരുന്ന ജാഹിലിയത്തിലെ മുശ്രിക്കുകളെ, ഖുറൈശികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ലാ തഖ്തുൽഹ, നിങ്ങൾ അവരെ കൊല്ലരുത്, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ കൊന്നുകളയരുത്. അന അഖ്ഫീക മുഅ്ന, അവർക്കുള്ള ഉപജീവനം അവരെ ഞാൻ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ഭക്ഷണം ഞാൻ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ്
ഈ പെൺകുട്ടികൾ ജനിച്ചതിലുള്ള അപമാനഭാരം കൊണ്ട് അവരെ കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ പിതാക്കന്മാരിൽ നിന്നും ആ പെൺകുട്ടികളെ ഏറ്റെടുക്കുകയും അതൊരു അഭിമാനമായി കണ്ട് അവർക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകി, ഭക്ഷണം നൽകി അവരെ സംരക്ഷിച്ച ആൾ കൂടിയാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. നമ്മളൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്നത് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഫാത്തിമ ബിൻത്ത് ഖത്താബാണ്. അഥവാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിനും മുൻപ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് തൻ്റെ സഹോദരിയും അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവും മുസ്ലിമായതറിഞ്ഞ് അവരുടെ ഗ്രഹത്തിലേക്ക് അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി ചെല്ലുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ് ത്വാഹ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളുടെ വരികൾ ഈമാനിലേക്കുള്ള, ഈ മതത്തിലേക്കുള്ള, വിശ്വാസത്തിലേക്കുള്ള ഒരു നറുദീപമായി കൊണ്ട് മാറിയത്. അവർ അവരുടെ വീട്ടിൽ വെച്ച് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേട്ടുകൊണ്ടിരിക്കെയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിനും കാരണമായ ഒരാൾ എന്ന് വേണമെങ്കിൽ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബദർ അല്ലാത്ത എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത ആളാണ് സഈദ് റളിയല്ലാഹു അൻഹു. ബദറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് എന്നാൽ അതേ ദൗത്യത്തിൽ തന്നെ ആയതുകൊണ്ടും ഗനീമത്ത് സ്വത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വകവെച്ച് നൽകുകയും ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്ത വ്യക്തി കൂടിയാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് 6 ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇനി അടുത്ത ഖലീഫ ആരാകണം എന്ന് തീരുമാനിക്കാൻ ഈ 6 പേരിൽ ഒരാളാകണം എന്ന രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു 6 പേരെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരുടെ കൂട്ടത്തിൽ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഇല്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹുവിനെ അത് ഉൾപ്പെടുത്തിയില്ല. കാരണം എന്താണെന്നറിയോ? ബന്ധു ആയതുകൊണ്ടാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉൾപ്പെടുത്തിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും എന്ത് ചെയ്തില്ല? ആ 6 പേരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ല. എന്നാൽ പല പ്രമുഖ സഹാബിമാരും അദ്ദേഹത്തെ ഖലീഫയാക്കുകയില്ല എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചത് തൻ്റെ ബന്ധു എന്ന നിലക്ക് ആ ഒരു പരിഗണന കൊണ്ട് ഇദ്ദേഹത്തെ ഖലീഫയാക്കുമോ എന്ന ഭയം കൊണ്ടാണ്, അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അത്രയേറെ സൂക്ഷ്മത അവരെല്ലാം ദുനിയാവിൻ്റെ കാര്യത്തിൽ പാലിച്ചിരുന്നു എന്ന് നമുക്കിവരുടെ ജീവിതം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഹിജറ 51-ാം വർഷത്തിലാണ് സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മൾ ഇതുവരെയും കുറേ ഏറെ ആഴ്ചകളിലായി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ 10 ആളുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ 10 പേരെക്കുറിച്ചും നമ്മൾ പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് ഇതിൽ നന്മയെ ഉൾക്കൊള്ളുകയും ആ ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കാനുള്ള ആഗ്രഹവും പ്രയത്നവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ എല്ലാ ജില്ലകളിലും ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനം ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് മത്സര പരീക്ഷകളിലേക്കുള്ള പരിശീലനം സർക്കാർ ചെലവിൽ സൗജന്യമായി നൽകുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ പല സ്ഥലങ്ങളിലും അടിച്ചമർത്തപ്പെടുകയും അവകാശങ്ങൾ അപഹരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഇത്തരം അവസരങ്ങൾ ഉപയോഗിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു പ്രയാസമുണ്ടാക്കുന്നതാണ്. PSC കോച്ചിങ് നടക്കുന്നുണ്ട്. പക്ഷേ
അവിടെ പഠിക്കാനും ഒന്നും നമ്മുടെ ആളുകൾ ഇല്ല എന്നുള്ളത്, ആ ഒരു അവസരം, ആ ഒരു സ്ഥാപനം നമ്മുടെ പ്രദേശത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസം നേരിടുന്ന, ഒരുപക്ഷെ ഇനി സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് PSC കോച്ചിങ്ങുകൾ നടത്തുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ ഇത്തരം സൗജന്യമായി സർക്കാർ നൽകുന്ന സേവനങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. ഈ ജനുവരിയിൽ പുതിയ ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട് എന്ന് അവരറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വകവെച്ച് ലഭിക്കുന്ന അവകാശങ്ങളാണ്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി സ്വർഗം കൊണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ രോഗങ്ങൾ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത